ആമിക്കുട്ടി ഞങ്ങൾ ആനിവേഴ്സറി ആയിട്ട് രാത്രി ചെയ്തു വെച്ചേട്ടോ അതൊക്കെ. എന്താ നമുക്കറിയില്ല. ഇവിടെ നല്ലൊരു ഡ്രോയിങ് ഉണ്ട്, ഒരു ബൊക്കെ. ആ നമ്മളെ ഫോട്ടോ നോക്കിയിട്ട് വരച്ചാന്ന്. പാപ്പുച്ചേ, ഇത് എന്തൊക്കെയാ നിങ്ങൾ രണ്ടാളും വരച്ചതൊക്കെ? ഞങ്ങള് കൊറേ മുന്നേ ഉണ്ടാക്കി വെച്ച സാധനമാണ് ഇത്. ഇന്നലെ ഉച്ചക്ക് ഉണ്ടാക്കിയത്. ഓ ഹാപ്പി ആനിവേഴ്സറി. രാത്രി നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് വന്ന് ചെയ്തു. ഓ ഇത് ഈ ഒരു ഫോട്ടോ നോക്കിയിട്ട് ആമിക്കുട്ടി വരച്ച കേട്ടോ. ഹാപ്പി ആനിവേഴ്സറി. നന്നായിട്ടുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. ഇനി എന്താ വരച്ചിട്ടുള്ളേ? ആ രണ്ടുപേരും അപ്പേന്റെ ഫേസ് ഒക്കെ നോക്കും, ഇവിടെയൊക്കെ താടീൻ്റെ ഇവിടെയൊക്കെ നല്ല രസമായിട്ടുണ്ട്. എൻ്റെതും മുഖമൊക്കെ കറക്റ്റ് തന്നെയാ ഫേസിലൊക്കെ. ഓ ഇതേപോലെ തന്നെ ഉണ്ട്. ഓളുടെ ഗിഫ്റ്റാണ്. താങ്ക് യു സോ മച്ച്. ഇനി അടുത്ത. ഓ ഇതേത് നോക്കിയിട്ട് വരച്ചേ? ആ എയിലേക്ക് ഏതെങ്കിലും ഫോട്ടോ മാറ്റിയിട്ട് ചെയ്തിട്ടുണ്ടോ? അതും അടിപൊളിയായിട്ടുണ്ട്. നെക്സ്റ്റ് ബൊക്കെ. അന്ന് ഞാനൊരു ലീഫ് കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഇത് ബൊക്കയിലൊക്കെ ചെയ്യുന്നതാണ്. അത് കണ്ടിട്ട് അവിടെ ചെയ്തു കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഓ ഇതിൽ ക്രോഷ്യേൻ്റെ പല മോഡൽ ഫ്ലവറൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഓ കുട്ടിയുടെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഇതെന്താ ഗിഫ്റ്റാണോ? പൊളിച്ചു നോക്കട്ടെ എന്താ ഉണ്ടാവണേ അല്ലേ? പാപ്പുന് ഓർമ്മ തന്നെ ഇല്ല. പാപ്പു ഉണ്ടാക്കിയതാണെന്നാ പറഞ്ഞേ. ഇതിൽ ഫുൾ ലെറ്ററാ തോന്നുന്നു കേട്ടോ പാപ്പുന്റെ. എന്തൊക്കെയാ പാപ്പു നീ എഴുതി? കാർഡ്. എന്താ? ഇത് പാപ്പുന്റെ. അതൊക്കെ ഉള്ളതല്ലേ. ഞാനൊന്നും വരപ്പിച്ചിട്ടില്ല. ആ പാപ്പ വരച്ചു. നിങ്ങക്ക് വേണ്ടി വരച്ചത് അതാ. ആ രണ്ടാൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഓ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ലവ് യു April 27. അടിപൊളി. അതാ ബാക്കിൽ നിന്ന് എടുത്തോ. ഇങ്ങനെ പാപ്പുന് എടുക്കാൻ പറ്റുന്നതാണ്. എല്ലാം പാപ്പുന് എടുക്കാം. I love you, Ma. Thank you so much. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഗിഫ്റ്റാണ്. അതെ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഹാപ്പി ഓണം പറയും, വിഷു പറയൂല്ലേ പാപ്പു? ക്രിസ്മസ്. ഇത് ഹാപ്പി ആനിവേഴ്സറി ആണ് അല്ലേ? എല്ലാവരും രണ്ടുപേർക്കുള്ളതാണ്. പെരുന്നാളിന്റെ ഫോട്ടോ. ഓ അതിനെ ഇങ്ങനെ ഫ്രെയിം ചെയ്തു.
രസമുണ്ട് അല്ലേ? മറ്റേ ഇതിൽ ചെയ്ത മാതിരി ഉണ്ട്. താങ്ക് യു അമ്മിക്കുട്ടി, താങ്ക് യു സോ മച്ച്. രസമുണ്ട്, നല്ലതാണ് കേട്ടോ. ഒരു ലെറ്ററൊക്കെ ഇത് കുറച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ലെറ്ററാണല്ലോ. ഇതിന് ഈ കളർ ഷെയ്ഡൊക്കെ വരുത്താൻ. അതിന്റെ ബാക്കിലുണ്ടോ? വേറെ ഉണ്ടോ? ഇതെനിക്കില്ല, പക്ഷെ ഭയങ്കര രസമായിട്ടുണ്ടാവും. അത് സൂപ്പറായിട്ടുണ്ട് പാപ്പു. Whenever this day comes, we cannot help but remaining and feel grateful that you have survived husband and wife. Mother, it has not been easy over the years, but it has also a testament that true love survives. We love you. ഇതൊരു അല്ലാത്തൊരു ക്രോഷ്യ. ഇത് രണ്ടുപേർക്കുള്ള. നീ കുറെ എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ടല്ലോ. ഒരുപാട് ദിവസത്തെ പരിപാടിയായിരുന്നു. അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല രസമുണ്ട്, കുറെ ക്യൂട്ടായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേ കേട്ടോ. മീൽസ് നോക്കി വന്നു, അവസാനം മീൽസ് ഇല്ല. തരാം. ചെറിയൊരു ബ്ലോക്കിലായിരുന്നു കേട്ടോ. ബ്ലോക്കൊക്കെ കഴിഞ്ഞു. അങ്ങനെ ബ്ലോക്ക് എന്ന് പറയാനില്ല അല്ലേ, ചെറുതായിട്ട് തുടങ്ങാണ്, ചെറുത്ത്. അപ്പൊ നമ്മൾ ഉച്ച സമയമായതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു വലിയൊരു തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന്. എന്നാലും ചെറുതായിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും ഉണ്ട്. ലോങ് വണ്ടികളൊക്കെ ഇങ്ങനെയെല്ലാം നിർത്തിയിട്ടേക്കാണ്. ആ വലിയ ലോറിയൊക്കെ ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നത്. എന്താ JCB? ഞാൻ പറഞ്ഞു കറക്റ്റ്. അപ്പൊ നോക്കിയത് മറ്റേ ആളെ സീറ്റ് ബെൽറ്റ്. നമ്മളിവിടെ വെയിറ്റിങ്ങിലാണ്. ഓ, വിവാഹ വണ്ടിയാണ് കേട്ടോ അത്, KSRTCന്റെ. അത് അടിപൊളിയായില്ലേ? വിവാഹത്തിന് വേണ്ടിട്ട് ബുക്ക് ചെയ്തേ. നമുക്ക് നമ്മളെ ട്രിപ്പിന് വണ്ടികൾ വിളിക്കുന്നവരപ്പം KSRTC വിളിക്കാം. അതിന്റെ അതെ, അതല്ല, കല്യാണത്തിനൊക്കെ വണ്ടികൾ വിളിക്കാം KSRTCന്റെ അല്ലേ? വലിയ ബസ്സൊക്കെ ബുക്ക് ചെയ്യുന്നതിന് പകരം ഇനി അങ്ങനെയൊക്കെ ചെയ്യാം ആൾക്കാർക്ക്. അപ്പൊ നമ്മള് ചെറുതായിട്ട് നീങ്ങി തുടങ്ങിട്ടോ. ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയോണ്ട് വലിയ കുഴപ്പമില്ല. നമ്മൾ ആനിവേഴ്സറി ആയിട്ട് നമ്മള് മീൽസ് ഒക്കെ കഴിക്കാൻ പോയി. പക്ഷെ നല്ല തിരക്കാ, മീൽസ് ഒന്നും ഇല്ല അവിടെ. ബിരിയാണി അപ്പൊ നമ്മളത് കഴിച്ചില്ല. അപ്പൊ എല്ലാവർക്കും ബർഗറൊക്കെ ഇഷ്ടമായതുകൊണ്ട് നമ്മള് ബർഗറൊക്കെ കഴിച്ചു. ഇവിടെ നല്ല വലിയൊരു ആൽമരം ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ആമി, നിനക്ക് ആലില വേണോ? ആമി എല്ലാ സ്ഥലത്തുനിന്നും അതൊക്കെ പറിക്കും. ആൽമരത്തിന്റെ കിട്ടൂല. ഞാൻ വെറുതെ ഓറഞ്ച് കഴിക്കുന്നല്ലേ ആമി? വണ്ടിയിൽ പോകുന്ന ആരോ ഇട്ട് കൊടുത്താ നമ്മള് ബ്ലോക്കിലുള്ള സമയത്ത്. അപ്പൊ എല്ലാരും ഇരുന്ന് കഴിക്കാം. കൊടുക്കുന്നില്ല, ഒറ്റ കഴിക്കാം. ആർക്കും കൊടുക്കില്ല, അതിന്റെ തൊലി മാത്രം. അതും വേണ്ട. നമ്മള് ബ്ലോക്കിൽ നിന്നൊക്കെ പതുക്കെ ഇറങ്ങി ഇങ്ങനെ താഴോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. പക്ഷെ മേലോട്ട് പോകുന്നവര് അത്രയും ബ്ലോക്കാലിന് കുറെ മിനിറ്റ് ഒരു കാരണവുമില്ല. മേലെ അങ്ങനെ പ്രത്യേകിച്ച് ബ്ലോക്കിന് അത്രേ ഉള്ളൂ, അല്ലാതെ വേറൊരു വലിയ ഇതൊന്നുമില്ല. പക്ഷെ നല്ല വണ്ടി ഉണ്ട്, അതുകൊണ്ടായിരിക്കും. വെക്കേഷനൊക്കെ ആയതുകൊണ്ടായിരിക്കും. നമ്മൾ മിനിസോലാണല്ലോ അല്ലേ അമ്മി? കുറേ സാധനങ്ങളുണ്ട്, വെറൈറ്റി ആയിട്ടുള്ള. സ്ലൈം ഉണ്ടോ? സ്ലൈം ഉണ്ടോ? എന്താ അതൊക്കെ ഒരു കീ ചെയിൻ ബാഗുകൾ
കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. സ്ഥിരം വന്ന കാണുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ വീണ്ടും കയറി കാണും. ജൂഡിയോ ഓട്ടോപിയിലത്തെ ജൂഡിയാണ് ഇത്. ഓട്ടോപിയ ഇവിടെ കുറെ സോഫ്റ്റ് ടോയ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. മിനിസോറിൽ നിന്ന് ഇറങ്ങിയ ശേഷം ആമിക്ക് 2-3 ടീഷർട്ട് നോക്കാൻ ഇറങ്ങിയതല്ലേ പാപ്പു? എനിക്കും കൂടെ പാപ്പുന് ഫ്രെഡിന്റെ ഗെയിം കാണാൻ വേണ്ടി പോണം. ഫ്രെഡി അല്ല, മീൻസ് കളിക്കുന്ന ഒരു സ്ഥലത്ത് ഫ്രെഡിന്റെ ഗെയിം ഉണ്ടാവും. അതെ, അവിടെ പോണം. അപ്പൊ നമ്മളിപ്പോ മാക്സിൽ വന്നേക്കാണ് അല്ലേ. ഈ പോപ്പ് നോക്കിക്കോ, ഇഷ്ടമുള്ളത് നല്ലോണം. അവിടെ ഒരു ഷർട്ട് ഉണ്ട്. അപ്പൊ നമ്മള് ഹൈലൈറ്റിൽ നിന്ന് ഇറങ്ങിട്ടോ. ഇനി നമ്മള് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് അല്ലേ. പാപ്പൊക്കെ കൊറേ കളിച്ചില്ലേ? എന്തോ ഒന്ന് മിസ്സായി പോയി എന്ന് പറഞ്ഞിട്ടോ കളിക്കുന്നതില്. എന്താ പാപ്പന് മിസ്സായത്? ഇവിടെ കേറി പിടിക്കാനും മിസ്സായി. കളിക്കുന്നതിൽ ഒരു കാര്യം മിസ്സായി. ട്രെയിനിലും പോവാൻ മിസ്സായി. ഓ, ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോ പാപ്പന് ഇവിടുത്തെ ട്രെയിനിൽ ഇവിടെ ഒന്നും പോകണ്ട, ഒരുമാള പോയാ മതി. നമ്മളിവിടെ ഇതിനുള്ളിൽ എന്താണ്? ബോംബെ ഹോട്ടലോ? ബിസിനസ് പാർക്കിന്റെ ഉള്ളിൽ ഒരു ബോംബെ ഹോട്ടലുണ്ട്. പോയി നോക്കാം. റഷ് ഇല്ലെങ്കിൽ നമുക്ക് ഡിന്നർ അവിടുന്ന് കഴിച്ചിട്ട് നല്ലതാണ്. നമ്മള് ബോംബെ റെസ്റ്റോറന്റിലോട്ട് വന്നേ കഴിക്കാൻ. ആമി പൊറോട്ട ഒരു 2 പൊറോട്ട. പാപ്പുന് എന്താ വേണ്ടേ? എനിക്കില്ലേ, ട്രെയിന് നമ്മളെ ട്രെയിന് ഐക്കൂറ ഫ്രൈ, ഒരു ഐക്കൂറ ഫ്രൈ. തവയല്ല, നൈസ് പത്തിരി ഉണ്ടാവില്ല. നൈസ് പത്തിരി എത്ര എണ്ണം വേണം? ഒരു 4 എണ്ണൊക്കെ പറഞ്ഞു. ഒരു 5 എണ്ണം. അതിന് ഫിഷ് മുളകിട്ട് എന്തേലും അറിയില്ല. ഏതാ? ചിക്കൻ സ്റ്റൂ അല്ല, ബീഫ് സ്റ്റൂ അല്ല, ഇത് ബീഫ് സ്റ്റൂ. ഇതൊരു കടുക്ക ബിരിയാണി, പിന്നെ പൊറോട്ട പോയി അപ്പോഴേക്കും പൊറോട്ട. പിന്നെ അതിൻ്റെ കൂടെ നല്ല സാധനങ്ങളുണ്ട്. നല്ല ഫിഷ് ഉണ്ട്. തുണി അത് തുടച്ചെടുക്കാം. വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്തത്. എങ്ങനെയുണ്ട്? നല്ലതാണോ? ഇഷ്ടപ്പെട്ടോ? പാപ്പുന് ഇഷ്ടമാണ് പൊറോട്ടയും ഫിഷും കേട്ടോ. ആമിൻ്റെ എങ്ങനെയുണ്ട്? നല്ലതാണോ? ഇവിടുത്തെ സ്പെഷ്യൽ ചായ ഉണ്ട്. ഓക്കെ. ബിരിയാണി ഇഷ്ടപ്പെട്ടാണ്? കഴിച്ചിട്ടില്ല. കഴിച്ചില്ല. നല്ല സ്പെഷ്യൽ ചായ വന്നിട്ടുണ്ട്. എനിക്ക് ഇത് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഈ സ്റ്റൂവും പത്തിരിയും നല്ല സൂപ്പർ കോമ്പിനേഷൻ. एक और ग्लास मिलेगा.
ബീച്ച് കാണിക്കുന്നത്. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച് നമ്മൾ പോകണം അല്ലേ? എല്ലാ വീഡിയോയിലും ഒരു വരുന്ന പുതിയ വാച്ചാണ്. പിന്നെ നമുക്ക് പോവാം. ബാക്കി വിശേഷം അടിപൊളി ഫുഡായിരുന്നു അല്ലേ? ഒരു നല്ല ഫുഡും എനിക്ക് ആ മറ്റേ കറി കഴിക്കുമ്പോഴേ ഇഡ്ഡലിന്റെ കൂടെ കഴിക്കുന്ന ടേസ്റ്റ് ആണൊക്കെ വരുന്നത്. ഓക്കെ. പോവാം. പൊട്ടിയുണ്ട്. ബോബോട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എൻ്റെ മുന്നേ നമ്മളിവിടെ വന്നിട്ട് കുടിച്ചിട്ടുണ്ട് ഫ്ലാറ്റിൽ വരുമ്പോൾ. നാച്ചുറൽസിൽ വന്നതാണ്. കുറെ കാലമായി നമ്മൾ നാച്ചുറൽസിൽ വന്നിട്ട്. ആനിവേഴ്സറി സ്പെഷ്യൽ. പാപ്പുണ്ട്. ആമി എന്താ പറഞ്ഞേ? കോൺ. ഇവിടെ കുറേ ഡിഫറൻസ്. വേണം അതോ പാപ്പ എന്റേതാണ് കുറച്ച് കഴിച്ചു നോക്കേ. ആമി കുറച്ച് ടെൻഡർ കോക്കനട്ട്. എന്താ എൻ്റെത് ചിക്കു. അപ്പം നമ്മൾ നാച്ചുറൽസിൽ നിന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചു ഇറങ്ങി കേട്ടോ. ഇനി നേരെ വയനാട് പിടിക്കുകയാണ്. അപ്പോൾ ഒരു ആനിവേഴ്സറി പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ വയനാട്ടിലേക്കുള്ള യാത്രയാണ്.